ഹലോ, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. കുറച്ചധികം സമയം വൈകിപ്പോയിട്ടോ, ഭയങ്കര തിരക്കാണ്. ഇന്നിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സൊന്നും ഇല്ലല്ലോ, ക്ലാസ്സും ഇല്ല, എല്ലാവരും അവധിയിലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കൊക്കെ ഉണ്ട്. അതാട്ടോ വീഡിയോ ഇത്രയും വൈകിയത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ്. നമ്മുടെ ഈ കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് എൻ്റെയോടൊപ്പം നിങ്ങളും സഹകരിക്കണേ പ്ലീസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് യാമിനിയും അതുപോലെ തന്നെ ഷാരിയും തമ്മിലുള്ള വഴക്കാണ്. അപ്പോഴത്തേക്കും ഷാരിയോട് യാമിനി പറയുകയാണ്, നോക്കിക്കോടി, നീയും നിൻ്റെ മോളും ഒക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂടി. നീയും നിൻ്റെ മോളും നിൻ്റെ ഭർത്താവും ഒക്കെ കാരണം എൻ്റെ മേഡവും സാറും എത്ര നാളടി പിരിഞ്ഞിരുന്നത്, അതിനൊക്കെ നിനക്ക് അനുഭവിക്കൂടി എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഷാരി പറയുകയാണ്, എടി നീ എന്നെ എടി പൊടി എന്ന് വിളിക്കുന്നോ, അത്രയ്ക്ക് ധൈര്യമായോ നിനക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും യാമിനി പറയുക, ഇനിയും ഞാൻ നിന്നെ എടി പൊടി എന്നൊക്കെ വിളിക്കും, നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടി ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. നീയും നിന്റെ മോളും അധികം താമസിക്കാണ്ട് അനുഭവിക്കൂടി എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ഷാരി പറയാണ്, ദേ വെറുതെ എൻ്റെ മോളെ ഇതിൻ്റെ ഇടയിൽ പിടിച്ചിടയൊന്നും വേണ്ട, എൻ്റെ മോളെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയാണ്. എൻ്റെ മോളെ നല്ലൊരു ജീവിതമാണ് എൻ്റെ മോൾക്ക് കിട്ടിയിരിക്കുന്നത്, അവളിപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് പോകുമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും യാമിനി പറയാം, പോവും അമേരിക്കയ്ക്കല്ലേ, നിൻ്റെ മോള് നന്നായിട്ട് പോവും. നിനക്ക് കിട്ടിയേക്കാളും മരുമോൻ ഭയങ്കര ബെസ്റ്റാടി, കുറച്ച് കഴിയുമ്പോൾ തന്നെ നിനക്ക് അവനെക്കുറിച്ച് എല്ലാം അറിയാൻ പറ്റും. നിൻ്റെ മോളെ ഭ്രാന്ത് പിടിച്ച് നടക്കും, നീയും നിൻ്റെ കെട്ടിയവനും ഭ്രാന്താശുപത്രിയിലാവും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഷാരിക്കാണെങ്കിൽ അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം യാമിനി അവിടെ നിന്ന് പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് കിരണിനെയും കല്യാണിനെയുമാണ്. അപ്പോൾ കിരണും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണി കിരണിനോട് പറയുകയാണ്, കിരണേട്ടാ, എന്തായാലും ഇവർ ജാരപ്പണി ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കുള്ളൂ അവിടെ വന്ന് കൂടിയിരിക്കുന്നത് അമ്മയുടെ കൂടെ, എന്തായാലും അമ്മയോട് ശ്രദ്ധിക്കണമെന്ന് പറയണം എന്ന് കിരണും പറയുകയാണ്. ഉറപ്പാണ്, ഷാരി വന്നിട്ടുണ്ടെങ്കിൽ അത് ജാരപ്പണിക്ക് തന്നെയാണ്, നമ്മളെന്താണ് ചെയ്യുന്നത്, നമ്മൾക്കിടയിൽ എല്ലാവർക്കിടയിലും നല്ല സ്നേഹമുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും കുത്തി കലക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് അവരവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയോട് പ്രത്യേകം പറയണം, അമ്മ ഒരു കരുതലോടുകൂടി ഇരിക്കണം എന്ന്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ കല്യാണിയുടെ ഫോണിലേക്ക് കിരണിൻ്റെ അമ്മ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ കോള് കണ്ടതും കല്യാണി എടുക്കുകയാണ്. എന്നിട്ട് അമ്മയോട് ചോദിക്കുക, എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ്, മോളെ നീ വേഗം തന്നെ TV വെച്ച് ന്യൂസ് ചാനൽ വെക്കുക, അതിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു വാർത്തയാണെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ്, എന്ത് വാർത്ത? അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ്, നീ അത് വെച്ച് നോക്കുക, അപ്പോൾ നിനക്ക് അറിയാൻ പറ്റുമെന്ന് പറയുകയാണ്. അങ്ങനെ കല്യാണി വേഗം തന്നെ TV ഓൺ ചെയ്യാണ്. TV ഓൺ ചെയ്യുമ്പോൾ അതിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ പെയിൻറ്റിങ്ങിൽ കല്യാണിക്ക് ഫസ്റ്റ് കിട്ടി എന്നുള്ള വാർത്തയാണ് ഫോട്ടോ സഹിതം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട കല്യാണി ഭയങ്കര സന്തോഷവതിയാവുകയാണ്. അതുപോലെ തന്നെ കിരണും രൂപയും എല്ലാം ഭയങ്കര സന്തോഷത്തോടു കൂടി ആവുകയാണ് കേട്ടോ. അങ്ങനെ കിരണാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് പെയിൻറ്റിങ്ങിൽ ഫസ്റ്റ് കിട്ടി, ഇനി കല്യാണിയെ കിരണിൻ്റെ ഭാര്യ എന്നുള്ളതായിരിക്കും അറിയപ്പെടുക, കല്യാണിയുടെ ഭർത്താവാണ് കിരൺ എന്നായിരിക്കുള്ളൂ എല്ലാവരും അറിയപ്പെടുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ദീപ വന്ന് കൺഗ്രാറ്റ്സ് പറയുന്നു, കെട്ടിപ്പിടിക്കുന്നു, കിരൺ വന്ന് കെട്ടിപ്പിടിക്കുന്നു, അത് കഴിഞ്ഞ് മേഘ്ന വന്നിട്ട് കല്യാണിൻ്റെ വിഷയമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കിരണിനാണെങ്കിൽ ഭയങ്കര ഒരു അഭിമാനവും തൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർത്തിട്ട് കിട്ടുന്നുണ്ട്. അവളുടെ ഹാർഡ് വർക്കിന് അവൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ അവൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷവും കിരണിനുണ്ട് കേട്ടോ. അങ്ങനെ അതേസമയം തന്നെ കല്യാണിയുടെ ഫോണിലേക്ക് ഒരു കോൾ കൂടെ വരികയാണ്. അപ്പോൾ അങ്ങനെ കല്യാണി ഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേക്കും കല്യാണി സന്തോഷത്തോടെ താങ്ക് യു ഒക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിരൺ ചോദിക്കുകയാണ്, അല്ല കല്യാണി, ഇത് ആരാ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. കിരണേട്ട വ്യവസായ മന്ത്രിയാണ് വിളിച്ചത്, എന്നെ അനുമോദിക്കാൻ വിളിച്ചതാണെന്ന് പറയാണ്. ഇത് കേട്ട കിരണിന് ഭയങ്കര സന്തോഷമാവാണ്. ഇനി മുതൽ നിൻ്റെ ലെവൽ വേറെ ആയിരിക്കും കല്യാണി, ഇത്രയും കാലം നീ എൻ്റെ ഭാര്യ എന്നല്ലേ അറിയപ്പെട്ടിരുന്നത്, ഇനി മുതൽ കല്യാണിയുടെ ഭർത്താവാണ് കിരൺ എന്നായിരിക്കുള്ളൂ എല്ലായിടത്തും അറിയപ്പെടുന്നതെന്ന് പറയണം. അപ്പോഴത്തേക്കും കല്യാണി പറയണേ, എൻ്റെ കിരണേട്ടാ, എനിക്ക് കിരണിൻ്റെ ഭാര്യ കല്യാണി എന്നറിയപ്പെടാനേ താല്പര്യമുള്ളൂ എന്ന് പറയണം. അപ്പോൾ ഇത് കേൾക്കുന്ന ദീപ പറയാണ്, എൻ്റെ മോളെ, നീ എന്തായാലും ഇത്രയൊക്കെ അനുഭവിച്ചതിൻ്റെ ഒരു പ്രതിഫലമായിട്ട് നിനക്കിതൊക്കെ കിട്ടിയല്ലോ, അതിൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നിട്ട് മേഘ്നയോട് പറയുകയാണ്, മോളെ, എൻ്റെ മോള് പണ്ട് തൊഴുത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്, ഇവളെ പഠിക്കാൻ പോലും എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ അമ്മായിമ്മയോ സമ്മതിച്ചിരുന്നില്ല. തൊഴുത്തിലെ ഇഷ്ടികയിൽ ഇവൾ എന്തെങ്കിലും പടമൊക്കെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ തൊഴുത്തിലെ ഇഷ്ടിക ചീത്തയാക്കിയെന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒത്തിരി എൻ്റെ മോൾ അനുഭവിച്ചു. ഇത് ശരിക്കും അറിയേണ്ടതുണ്ടല്ലോ, നിൻ്റെ അച്ഛനും നിൻ്റെ അച്ഛമ്മയും നിൻ്റെ ആങ്ങളെയൊക്കെയാണ്, അവരൊക്കെയല്ലേ നിന്നെ പഠിപ്പിക്കാൻ വിടാതെ ഇത്രയധികം ദ്രോഹിച്ചത്. അവരുടെ മുന്നിൽ നീ ജയിച്ച് കാണിച്ചു കൊടുത്തു മോളെ. എന്തായാലും ഇതൊക്കെ അറിയുമ്പോൾ അവർ നെഞ്ചു പൊട്ടിക്കരയും, അതെനിക്ക് ഉറപ്പ് തന്നെയാണ്.
അടുത്ത സീനിൽ കാണിക്കുന്നത് സരയുവിനെയാണ്. അപ്പോൾ സരയു ടി വി വയ്ക്കുമ്പോഴത്തേക്കും കാണുന്ന ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കല്യാണിക്ക് ഇൻ്റർനാഷണൽ പെയിൻറ്റിങ്ങിൽ അവാർഡ് കിട്ടിയിരിക്കുന്നതും പെൺകരുത്ത് എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നതും സരയുവിന് അങ്ങ് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. സരയു വേഗം തന്നെ ടി വി കട്ട് ചെയ്യണം. ഏത് ചാനലെടുത്ത് നോക്കിയാലും ഇത് തന്നെയാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ മഹത്വം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ആ വഴി വന്ന രാഹുൽ ചോദിക്കുകയാണ്, അല്ല മോളെ നീ എന്തീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അച്ഛാ അതേ ടി വി വെക്കാൻ പറ്റുന്നില്ല, അവളുടെ ന്യൂസാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ന്യൂസാണെന്ന് ചോദിക്കുക കേട്ടോ നമ്മുടെ രാഹുൽ. അപ്പോൾ സരയു പറയാണ്, അവൾക്ക് ഇൻ്റർനാഷണൽ പെയിൻറ്റിങ്ങിന് ഫസ്റ്റ് കിട്ടി പോലും, പെൺകരുത്താണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാ ന്യൂസിലും പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്കിത് കണ്ടിട്ട് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ട രാഹുൽ പറയാണ്, നിനക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നീ മര്യാദക്ക് ആ കിരണിനെ കെട്ടിയിരുന്നെങ്കിലേ നിനക്കിതുപോലെ എവിടേക്ക് എത്തിച്ചേരായിരുന്നു എന്ന് പറയാണ്. ഇത് കേട്ടതും നമ്മുടെ സരയൂര് ദേഷ്യം വരികയാണ്. അച്ഛാ അതേ അനാവശ്യം പറയാൻ നിൽക്കരുത്, എൻ്റെ മനുവേട്ടൻ എല്ലാം തികഞ്ഞവനാണ്, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ മനുവേട്ടനാണ്, എനിക്ക് ഇട്ടിരിക്കുന്ന ഭർത്താവ് ബെസ്റ്റാണ് എന്നൊക്കെ നമ്മുടെ സരയു പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടതും രാഹുലിനങ്ങ് ദേഷ്യം തിളച്ച് വരികയാണ്. എന്തായാലും ശബ്ദമൊക്കെ കേട്ട് ആ സമയം നമ്മുടെ മനോഹർ ആ റൂമിലേക്ക് കയറി വരികയാണ്. അപ്പോഴത്തേക്കും മനോഹർ ചോദിക്കുകയാണ്, അല്ല സരയു എന്താ ഇവിടെ പ്രശ്നം, എന്താ അച്ഛൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും കുറ്റവും കുറുമ്പും പറയുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സരയു പറയുകയാണ്, എൻ്റെ മനുവേട്ട അതൊന്നുമല്ല, ദേ ഇൻ്റർനാഷണൽ പെയിൻറ്റിങ്ങിൽ അപ്പുറത്തുള്ളവൾക്ക് സമ്മാനം കിട്ടിപ്പോലും അവാർഡ് കിട്ടിപ്പോലും അത് മാത്രമാണ് ഈ ന്യൂസിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരികയാണ്, അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്തായാലും എനിക്കിത് കാണാൻ താല്പര്യമില്ല, ഞാൻ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സരയു അങ്ങ് പോവാണ് കേട്ടോ. സരയു പോയതും മനോഹർ വേഗം തന്നെ രാഹുലിനെ നോക്കിയിട്ട് പറയാണ്, അല്ല അമ്മായിച്ച എന്നെ നിങ്ങൾ കുത്തി കുത്തി പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും രാഹുൽ പറയണേ, നിന്നെ കുത്തി കുത്തി പറയാനോ? അപ്പോഴേക്കും മനോഹർ പറയാണ്, അതെ എന്നെ നിങ്ങൾ കുത്തി കുത്തി പറഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ല, ഒരു സമയത്തെ ഞാൻ ഇവിടുന്ന് പോകും, അപ്പം നിങ്ങളുടെ മകൾക്ക് ഭ്രാന്താവാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളിപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നിങ്ങളുടെ മകളെ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. ഈ ലോകത്ത് അവൾ ആരെന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല, പക്ഷേ ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കും എന്ന് പറയണം. അപ്പോഴത്തേക്കും രാഹുൽ ചോദിക്കുകയാണ്, അതാരാ ആ ഒരാളെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ്, അത് ഞാൻ തന്നെ, എത്രയെത്ര കളവ് പറഞ്ഞ് ഞാൻ അവളെ വിശ്വസിപ്പിച്ചിരിക്കുന്നു, ഇനി സത്യം പറഞ്ഞാലും എൻ്റെ വായ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവളത് വിശ്വസിക്കും എന്ന് പറയാട്ടോ. അപ്പോഴത്തേക്കും രാഹുൽ ചോദിക്കുകയാണ്, അല്ല നീ ഇതുപോലെ കളവ് പറഞ്ഞ് എങ്ങടേക്കാടാ പോകുന്നത്, ജീവിതം മുഴുവൻ കള്ളത്തരമല്ലേടാ നിന്നാന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മനോഹർ പറയാണ്, അത് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം, നിങ്ങൾ 25 വർഷം കള്ളം പറഞ്ഞല്ലേ നിങ്ങളുടെ സഹോദരിനെയും അവരുടെ ഭർത്താവിനെയും തമ്മിൽ പിരിച്ചത്, അത്ര വലിയ കളവൊന്നും ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. എന്നിട്ട് മനോഹരാണെങ്കിൽ പറയാണ്, അമ്മായിച്ച മര്യാദക്ക് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങളുടെ പല കാര്യങ്ങളും ഇവിടെ അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പെടും എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ഷാരീനെ കേട്ടോ കാണിക്കുന്നത്. ഷാരിയുടെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണെങ്കിൽ പോലും പുറമേ രൂപയുടെ മുന്നിൽ പവിഴം പൊഴിയുന്നത് പോലുള്ള വർത്തമാനങ്ങളാട്ടോ പറയുന്നത്. അപ്പോൾ രൂപയോട് പറയാണ്, എല്ലാം കല്യാണിമോളുടെ വലിപ്പം തന്നെ, എന്തായാലും രൂപയെ ഇനി നമ്മളൊക്കെ അറിയപ്പെടുന്നത് കല്യാണിമോളുടെ ബന്ധുക്കൾ, നീ അറിയപ്പെടുന്ന കല്യാണിമോളുടെ അമ്മായിയമ്മ എന്നൊക്കെ ആയിരിക്കുള്ളൂ. ഇത് കേട്ട രൂപയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. അപ്പോഴത്തേക്കും ഷാരി പറയാണ്, എന്തായാലും ഒരു പായസവും സദ്യയൊക്കെ വെക്കണം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും യാമിനി പറയാണ്, അത് പറയാതെ തന്നെ ഞാൻ ചെയ്തോളാം എന്ന് പറയാട്ടോ. അപ്പോഴേക്കും രൂപ പറയണേ, ഇതെല്ലാമേ കല്യാണിമോളുടെ വലിയ മനസ്സിൻ്റെ വലിപ്പം കാരണം ഒക്കെ ഇതൊക്കെ കിട്ടുന്നതെന്ന് പറയാട്ടോ. ഒക്കെ മനസ്സിൽ കരഞ്ഞുകൊണ്ട് മുഖത്ത് ചിരി പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട നമ്മുടെ യാമിനി പറയുകയാണ്, അതെ നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, എന്നാലും അതൊന്നും പ്രകടിപ്പിക്കാണ്ടാണ് ഈ പറയുന്നതെന്ന് പറയാം എന്നുള്ള രീതിക്ക് സംസാരിക്കാട്ടോ. ഇത് കേട്ടതും ഷാരിക്ക് ദേഷ്യം വരാണ്. ഷാരി വേഗം തന്നെ രൂപയോട് പറയാണ്, നോക്കൂ രൂപേ, ദേ ഈ യാമിനി ഉണ്ടല്ലോ ഇപ്പം എന്നോട് ഒരു രീതിയിലും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, എന്നോട് ഒരു ബഹുമാനം ഇല്ലെന്നേ, അവൾ എന്നെ എടി പോടി എന്നൊക്കെയാണ് വിളിക്കുന്നേ. അപ്പോഴേക്കും സേനൻ പറയാണ്, അതെ ഇവിടെ നിന്നാൽ ഇങ്ങനെ പലതൊക്കെ കേൾക്കേണ്ടി വരും, അതൊക്കെ കേൾക്കാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും ഷാരിയുടെ മുഖം അങ്ങ് വലിക്കേട്ടോ. ഈ സമയത്താണ് കിരണും കല്യാണിയും വണ്ടിയും കൊണ്ട് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ഒച്ച കേട്ട് ഇവർ നോക്കുമ്പോൾ കിരണും കല്യാണിയും വന്നിരിക്കുന്നു. അപ്പോഴേക്കും രൂപ പറയാണ്, കിരൺ മോനും കല്യാണി മോളും വന്നല്ലോ. അവരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് കയറി വരുന്നത് കേട്ടോ. ഇവരെ കണ്ടതും ഷാരിയുടെ മുഖമാണെങ്കിൽ കൊട്ട പോലെ ആവട്ടെ. എന്നിട്ട് ഷാരി പെട്ടെന്ന് തന്നെ അതൊന്ന് മാറ്റം വരുത്തുകയാണ്, ആ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ആ സമയത്ത് ഇവരിങ്ങനെ കയറി വരുന്നത് കണ്ട് വേഗം തന്നെ രൂപയും സേനും ഒക്കെ ചെന്ന് നമ്മുടെ കല്യാണീനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കിരൺ പറയുകയാണ്, ഞാൻ കമ്പനിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കേക്ക് മുറിച്ച് തന്നെ നമ്മളിത് ആഘോഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാണ്. യാമിനി വന്നിട്ട് പറയാണ്, ഇവിടെ അതുപോലെ തന്നെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് നല്ല സദ്യയൊക്കെ വെച്ചിട്ട് ആഘോഷിക്കണം സാറേ എന്ന് പറയാണ് കേട്ടോ.
ആ സമയത്ത് നമ്മുടെ ശാരി വന്നിട്ട് പറയാണ്, ദേ കല്യാണി മോളുടെ വിജയം ഉണ്ടല്ലോ, അത് നമ്മളുടെ എല്ലാവരുടെയും കൂടെ വിജയമാണ്. നമ്മളിവിടെ പായസം വെച്ച് ആഘോഷിക്കാം. ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പായസം ഉണ്ടാക്കാമെന്ന് പറയാണ്. ഇത് കേട്ട യാമിനി വേഗം തന്നെ പറയാണ്, ദേ നിങ്ങൾ അടുക്കളയുടെ ഭാഗത്ത് കണ്ടുപോരുത്, ഞാൻ ഉണ്ടാക്കി തന്നോളാം എന്ത് വേണമെങ്കിലും. അത് കഴിച്ച് മാറി വല്ലയിടത്തും കിടന്ന് ഉറങ്ങിക്കോളണം. അടുക്കളയുടെ ഭാഗത്ത് അങ്ങനെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാലേ ഞാൻ കാണിച്ചു തരാമെന്ന് പറയാം കേട്ടോ. ഇത് കേട്ട ശാരി പിന്നെയും വളിച്ച മുഖമായിട്ട് മാറും കേട്ടോ ശാരിയുടെ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കല്യാണിക്കും ചിരി വരുന്നുണ്ട്. അപ്പോൾ രൂപ പറയാണ്, ഇതൊക്കെ കാണേണ്ടതും കേൾക്കേണ്ടതൊക്കെ നിൻ്റെ അച്ഛൻ പ്രകാശനാടി. കാരണം നിൻ്റെ അച്ഛനും നിൻ്റെ മുത്തശ്ശിയൊക്കെ ആണല്ലോ നീ പണ്ട് തൊഴുത്തിൻ്റെ ചുവരിൽ വരെ വരച്ചു കഴിയുമ്പോൾ അത് വൃത്തികേടാക്കി എന്ന് പറഞ്ഞ് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും മോളുടെ കഴിവ് അവർ മനസ്സിലാക്കിയതേ ഇല്ല. അവരാണ് ഇതൊക്കെ കാണേണ്ടതും അവരിതൊക്കെ കണ്ട് വിഷമിക്കണോടി, അത് തന്നെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്ത് കിരൺ പറയാണ്, ഇവിടെ വിഷമിക്കുന്ന ചില ആളുകളുണ്ടെന്ന് പറയണം. അപ്പോഴത്തേക്കും ശാരി പറയാണ്, ഞാനോ, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, ഇതൊക്കെ മോളുടെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ട് കിട്ടിയതാ എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശാരിയാണെങ്കിൽ അവിടുന്ന് പതിയെ അങ്ങ് മാറിപ്പോയിട്ട് നമ്മുടെ രൂപയെ സരയുവിനെ വിളിക്കുകയാണ് കേട്ടോ. സരയുവിനെ വിളിച്ചിട്ട് പറയാണ്, മോളെ ഇവിടെ എല്ലാവരെയും ഭയങ്കര സന്തോഷത്തിലും ആഘോഷത്തിലുമാണെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ശാരിയോട് സരയു പറയുകയാണ്, എൻ്റെ അമ്മേ എനിക്കെല്ലാം അറിയാം, ഞാൻ അതേ വാർത്തയിൽ കണ്ടു, എനിക്കത് കണ്ടിട്ട് തന്നെ അങ്ങോട്ട് ഇരച്ച് കയറുമായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും ശാരി പറയാണ്, മോളെ അത് തന്നെ എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇവിടെ വെച്ചിട്ട് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ, അത് കാരണം ഞാൻ കടിച്ചു പിടിച്ച് നിൽക്കുകയാണെന്ന് പറയണം. സരയു പറയണം, അമ്മ ചെന്ന കാര്യം എന്തായി, അമ്മ ചെന്ന കാര്യം എന്തെങ്കിലും മനസ്സിലാക്കിയോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ശാരി പറയാണ്, മോളെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇവരൊക്കെ തമ്മിൽ ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നു മോളെ, എനിക്ക് കണ്ടിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത്, നിൻ്റെ അച്ഛനെ വിഡ്ഢിയാക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും അങ്ങനെയാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനെ കൊണ്ട് തന്നെ ഇവളെ ഇല്ലാതാക്കിക്കണം. എന്നിട്ടേ നിൻ്റെ അച്ഛൻ പോയി ജയിലിൽ കിടന്നാലും വേണ്ടൂല, നമുക്ക് നമ്മുടെ മരുമോനെയും കൊണ്ട് അമേരിക്കയ്ക്ക് പോവാടി എന്ന് പറയാം കേട്ടോ. അമ്മേ സൂക്ഷിച്ചും കണ്ട് വിളിക്കണം കേട്ടോ, കാരണം അവരവിടേക്ക് ഉള്ളതാണ്, എല്ലാവരും ശ്രദ്ധിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പ്ലാനും പാളും എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ശാരി പറയാണ്, മോളെ ഞാൻ സൂക്ഷിച്ചും കണ്ടൊക്കെ തന്നെ വിളിക്കുന്നതെന്ന് പറയാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അതിനുശേഷം ദേഷ്യത്തോടു കൂടി ഇരിക്കുന്ന സരയുവിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് തീരുന്നത്.